ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു 3-4 ദിവസമായിട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇന്നൊരു വട ഈറ്റിൻ്റെ ഇടയാണ്. അപ്പോൾ നമ്മളിന്ന് കാലത്തിന് ബ്രേക്ക്ഫാസ്റ്റ് അമൃതം പൊടി കൊണ്ടുള്ള പുട്ടാണ്, പിന്നെ കൂടെ തന്നെ പപ്പടമുണ്ട്, ചായയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ശേഷം കഴിച്ചിട്ട് ജോലിക്ക് പോയി കേട്ടോ. ഞാൻ അബിക്കുട്ടനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ അബിക്കുട്ടൻ്റെ അങ്കമാടിയിൽ നിന്ന് കിട്ടിയ അമൃതം പൊടി കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കട്ട് കേക്ക് കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ സൈഷേട്ടൻ തലേന്ന് മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അബിക്കുട്ടനെ പലഹാരങ്ങൾ മേടിച്ചതിൻ്റെ ഇടയിൽ ഒരു പീസ് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ കഴിച്ചു, ബാക്കി പകുതി അബിക്കുട്ടന് കൊടുത്തു കേട്ടോ. അബിക്കുട്ടന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സാധാരണ കട്ട് കേക്കായിട്ടല്ല മേടിക്കുന്നത്, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കപ്പിൽ വരുന്ന കേക്കാണ് മേടിക്കാറ്. പിന്നീട് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ചൂട് ചോറും പിന്നെ തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതും കൂട്ടി ഞാൻ കഴിച്ചു. അമൃതം പൊടി കൊണ്ടുള്ള പുട്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ, അതുകൊണ്ടാണ് 11 മണിക്ക് ചോറ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ചൂട് ചോറ് മീൻകറിയുടെ കൂട്ടി തിന്നാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അബിക്കുട്ടൻ അങ്കമാടി പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയ മീനെന്ന് വെച്ചാൽ കൊഞ്ചാണ്. കൊഞ്ചിൽ തന്നെ ഇത് ചുമന്ന കൊഞ്ചാണ് കേട്ടോ. നമ്മളിത് ചെമ്മീൻ എന്നൊക്കെ പറയും, പക്ഷേ തമിഴ്നാട്ടിൽ ഇതിന് കൊഞ്ചിന് റാളെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് അവിടെ ചുമന്ന കൊഞ്ച് മാത്രമേ കിട്ടാറുള്ളൂ, വെള്ള കൊഞ്ച് അങ്ങനെ ലഭിക്കാറില്ല. ഞങ്ങളുടെ ഏരിയയിലൊക്കെ ലഭിക്കാറില്ല, വേറെ സ്ഥലത്തൊന്നും എനിക്കറിയില്ല. അപ്പം നമ്മൾ ഇന്ന് കൊഞ്ച് മീൻ കറിയാണ് വെച്ചത്, തേങ്ങ വറുത്തരച്ചാണ് വെച്ചത്. കൊഞ്ച് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ കറിയിലോട്ടിട്ട് മീൻ കറി വെച്ചത്. പിന്നെ നമുക്ക് കൂടെ തന്നെ അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത്. ഇത് പരിപ്പ് കറി തുവരപ്പരിപ്പാണ്. പിന്നെ നമ്മൾ തുവരപ്പരിപ്പിൻ്റെ കൂടെ മുരിങ്ങയില ഇട്ട് അബിക്കുട്ടന് വേണ്ടിയാണ് പ്രത്യേകം വെച്ചത് കറി. പിന്നെ സൈഷേട്ടൻ ചോറ് കഴിച്ചിട്ട് ജോലിക്ക് പോയി. അബിക്കുട്ടനും ചോറ് കൊടുത്തതിന് ശേഷം ഞാനൊരു 1:45 ആയപ്പോൾ ചോറ് കഴിക്കുകയാണ് കേട്ടോ. 50 രൂപയ്ക്കാണ് കൊഞ്ച് മേടിച്ചത്. അപ്പോൾ മേടിച്ചപ്പോൾ ഇത്തിരി നിറയെ ഉണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. അതും കുഞ്ഞു കൊഞ്ചാണ് കേട്ടോ. അപ്പോൾ സൈഷേട്ടനും എനിക്ക് ധാരാളമാണ്. അപ്പം ഞങ്ങളത് 2 നേരം നല്ലവണ്ണം കഴിച്ചു. പിന്നെ വൈകുന്നേരം നമ്മൾ ചായ ടൈമാണ്. ചായക്ക് ഞങ്ങൾ ചിപ്സ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും കഴിക്കില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഇത്രയും തട്ടിയിട്ടെന്നല്ലോ കേട്ടോ. അപ്പോൾ വൈകുന്നേരം 5 മണിക്കാണ് ഞങ്ങൾ ചായ ഇടുന്നത്, കാരണം സൈഷേട്ടൻ ജോലി കഴിഞ്ഞ് വരുന്നത് ആ ടൈമിലാണ്. ചിലപ്പോൾ സൈഷേട്ടൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്നാക്സ് വെച്ചിട്ട് നമ്മൾ ചായ കുടിക്കും. അപ്പോൾ അബിക്കുട്ടനാണെങ്കിൽ ഗ്ലാസ്സൊക്കെ എടുത്ത് വീഡിയോയുടെ മുന്നിൽ കാണിക്കുന്നത് കേട്ടോ. ആൾക്കറിയാം ഞാൻ വീഡിയോ പിടിക്കുവാണെന്ന്. അപ്പോൾ വൈകുന്നേരത്തെ സംഭവം കഴിഞ്ഞു. ഇനി രാത്രി ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഉച്ചയ്ക്കുള്ള ആ കറി തന്നെയാണ്. പിന്നെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ മുട്ടത്തോരനും വെച്ചു കേട്ടോ. അപ്പോൾ നല്ലവണ്ണം മുട്ടത്തോരനും കൂട്ടി നമ്മുടെ കൊഞ്ചുകറിയും കൂട്ടി ചോറും കഴിച്ചിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വിശേഷം. ടാറ്റാ.